ഇന്ന് വോട്ടെടുപ്പിൻ്റെ ദിനമാണ്. അതാണ് കേരള സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സജീവമായ ചർച്ചയും വാർത്തയും. എല്ലാവരും ഓട്ടോയൊക്കെ വിളിച്ച് നടന്ന് ബൈക്കിൽ മക്കളുടെ കൂടെയൊക്കെ വോട്ട് രേഖപ്പെടുത്തി തിരികെ എത്തുന്ന ഒരു സാഹചര്യമാണ്. ഇനിയിപ്പോൾ ജോലി അത്യാവശ്യം ഒഴിവാക്കാൻ കഴിയാത്ത ആളുകൾ വൈകിട്ട് വോട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്ന ഇപ്പോൾ തിരക്കുറഞ്ഞ 2:30 കഴിയുക എന്ന് പറഞ്ഞാൽ തിരക്കുറഞ്ഞൊരു അന്തരീക്ഷമാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 7 ജില്ലകളിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ഇതുവരെ 49% പേർ വോട്ട് രേഖപ്പെടുത്തി, അതായത് പകുതി 50% എത്തുന്നു എന്ന നല്ല ആശാവഹമായ കണക്കാണ് വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ 7 ജില്ലകളിൽ നിന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വരുന്നത്. നഗരങ്ങളെക്കാൾ ആവേശത്തിൽ ഗ്രാമീണ മേഖലകൾ പതിവ് പോലെ വോട്ട് ചെയ്യുകയാണ്. ആ റിപ്പോർട്ടിലേക്ക് എത്താം. അശ്വത്ത് നമുക്കുണ്ട്. അശ്വത്ത്, അവിടുത്തെ ദൃശ്യങ്ങൾ കാണാമെന്ന് പ്രതീക്ഷയാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. ഞാൻ പക്ഷേ കുറേ ദൃശ്യങ്ങൾ രാവിലെ കണ്ടിരുന്നു എൻ്റെ വിരലിൽ. അത് ഒന്ന് കാണിക്കാൻ കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ വോട്ട് ചെയ്തത് കാണിക്കുന്നത് വലിയ പുതുമയുള്ള കാര്യമൊന്നുമല്ല. എൻ്റെ ഈ വിരലിലെ അതുകൊണ്ടല്ല, വോട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ പ്രാഥമികമായ അവകാശവും ധർമ്മവും ഉത്തരവാദിത്വമാണ്. അത് ഉത്തരവാദിത്വമാണ് എന്നുള്ളതാണ് വലിയ പ്രധാനം. അതുകൊണ്ടാണല്ലോ ഈ പ്രാദേശികമായി ഈ സ്വകാര്യ സ്ഥാപനങ്ങൾക്കുൾപ്പെടെ അവധി കൊടുക്കുന്നത്. വോട്ട് ചെയ്യണം, വോട്ട് ചെയ്യാതിരിക്കണം. ഇപ്പൊ നമ്മുടെ അവശ്യ സർവീസിന്റെ ഗണത്തിലല്ലെങ്കിലും മാധ്യമ സ്ഥാപനങ്ങളിലുള്ള എല്ലാവർക്കും പോയി വോട്ട് ചെയ്യാൻ കഴിയണമെന്നില്ല. അതിന്റെ നല്ലൊരു പിക്ചറാണ് ഈ വോട്ടിംഗ് പെർസെന്റേജിൽ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 49%, 50% എത്തുകയാണ്. ഏതാണ്ട് 2 മണിവരെയുള്ള കണക്കാണ്. സ്വാഭാവികമായിട്ടും അതൊരു മികച്ച ശതമാനത്തിലേക്ക് അന്തിമമായി 6 മണി കഴിയുമ്പോൾ എത്തുമെന്നാണ് ഇപ്പോൾ പ്രൊജക്ട് ചെയ്യാൻ കഴിയുന്നത്, അല്ലേ? ഉറപ്പായും. ഇപ്പോൾ ഞാൻ പോയത് എൻ്റെ നാട്ടിൽ, എൻ്റെ പുളിമാത്ത് പഞ്ചായത്ത് എന്ന് പറയുന്ന പഞ്ചായത്തിലാണ്. പഞ്ചായത്തിൽ ഇപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ട് മുമ്പിലൊരു ബൂത്തുണ്ട്. അത് അംഗൻവാടിയാണ്. അംഗൻവാടിയിലെ ബൂത്തുണ്ട്. പക്ഷേ എൻ്റെ വീടിൻ്റെ തൊട്ട് മുമ്പിലാണ് 3 പാർട്ടികളുടെയും ഒക്കെ ഏജൻറ്റുമാരും എല്ലാവരും ഉള്ളതെങ്കിലും എൻ്റെ വോട്ട് പക്ഷേ അല്പം ദൂരെയാണ്. ബഡ് സ്കൂളിലാണ്. അത് ഞങ്ങൾ പണ്ട് ക്രിക്കറ്റ് കളിക്കുന്ന ഞങ്ങളുടെ കാട്ടുംപുറം ചന്ത എന്ന് പറയുന്ന ചന്തയിൽ ഉണ്ടായ ബഡ് സ്കൂളാണ്. അപ്പോൾ പ്രാദേശികമായി വലിയ മാറ്റം ഉണ്ടാകുന്നുണ്ട്. വെറും തരിശായി കിടന്ന സ്ഥലത്തൊരു ബഡ് സ്കൂൾ വരിക, അത് വളരെ ഭിന്നശേഷിയുള്ള, വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചെറിയ കുട്ടികളെ ആ നാട്ടിൽ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ഒരു ബഡ് സ്കൂൾ അവിടെ ഉണ്ടായി. അവിടെ ഒരു പുതിയ അംഗൻവാടി, ഇതൊക്കെ വലിയ മാറ്റമാണ്. അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ്. അതിൻ്റെ ഒരു പ്രാതിനിധ്യ സ്വഭാവം എല്ലാം ഈ വോട്ടെടുപ്പിലുണ്ട്. വലിയ തിരക്കാണ് എല്ലായിടത്തും. എല്ലാവരും രാഷ്ട്രീയ വ്യത്യാസമില്ല, വലിയ സ്നേഹത്തിലാണ്. എല്ലായിടത്തും വലിയ തിരക്കാണ്. ഞാൻ വന്ന വഴിയിലെല്ലാം വലിയ തിരക്കാണ്. അശ്വത്തിന് ഇപ്പോൾ പാലക്കാട്ടാണ് വോട്ട്. ഇന്നല്ല, 11-ാം തീയതി. പറയൂ, ഇന്നത്തെ വിവരങ്ങൾ പറയൂ. ഇന്ന് ഈ രതീഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെയാണ് നമ്മൾ നഗര മേഖലകളായാലും പഞ്ചായത്ത് ഗ്രാമ മേഖലകളായാലും ഒരു വ്യത്യാസവുമില്ലാതെ തന്നെ വോട്ടിംഗ് ബൂത്തിലേക്ക്, പോളിംഗ് ബൂത്തിലേക്കുള്ള ഒഴുക്കാണ് രാവിലെ മുതൽ നമ്മൾ ദൃശ്യങ്ങളിലടക്കം കണ്ടത്. അതൊരു ശുഭ സൂചന തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൗരന്മാർ ഉത്തരവാദിത്തം നിറവേറ്റുന്നു എന്നുള്ളത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഒട്ടും പ്രശ്നമില്ല. ചെറുതായി 1-2 സ്ഥലത്ത് അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട ചെറിയ തകരാറുകളും അത്തരം പ്രശ്നങ്ങളല്ലാതെ ക്രമസമാധാന പ്രശ്നങ്ങൾ കാര്യമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതും അനുകൂലമായൊരു പോസിറ്റീവായൊരു കാര്യമാണ്. ഒപ്പം അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വ്യത്യസ്തമായി സാധാരണ മനുഷ്യർ എല്ലാവരും കൂടിച്ചേർന്നാണ്. രാഷ്ട്രീയ വ്യത്യാസമൊക്കെ എല്ലാവർക്കും അങ്ങോട്ടും അറിയാമെങ്കിലും ഒരു പ്രശ്നമില്ലാത്ത തരത്തിലാണ്. പക്ഷെ ഇത് ഇത്രയും മികച്ചൊരു പെർസെൻറ്റേജ് വരികയാണെങ്കിൽ അത് ഏത് മുന്നണിക്കാണ് ഒരു മനസ്സിലെങ്കിലുള്ളൊരു പ്രതീക്ഷ കൂട്ടുക? ഏകദേശം എന്ത് തോന്നുന്നു? അല്ല, അങ്ങനെ ഒരു പ്രഡിക്ഷനിലേക്ക് പോകാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും തദ്ദേശ തിരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ ആകെ ഒരു പരിച്ഛേദം വ്യക്തമാക്കുന്നതാണ്. ഇപ്പോൾ 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF 2010 തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാൾ അല്പം മോശമായതെങ്കിലും 15 കുഴപ്പമില്ലായിരുന്നു. 20 പക്ഷേ വലിയ തോതിൽ UDF താഴേക്ക് പോയി. അത് കുഴപ്പമില്ല. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പാറ്റേണല്ലോ നിയമസഭയിൽ, തദ്ദേശ പാറ്റേണല്ലോ നിയമസഭയിൽ എന്നൊക്കെ പറയാമെങ്കിലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേണിൻ്റെ ഒരു തുടർച്ച കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്നതാണ് കഴിഞ്ഞ 5 വർഷം മുമ്പുള്ള യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇത്തവണ UDF ഏതെങ്കിലും തരത്തിൽ നേട്ടമുണ്ടാക്കാൻ കഴിയാതെ പോയാൽ അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് അടയാള സൂചകമാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഇത്തവണ പക്ഷേ പ്രചാരണ രംഗവും ഒക്കെ വളരെ സജീവമായിരുന്നു. നഗര വ്യത്യാസമില്ലാതെ തന്നെ വാർഡുകളിലായാലും കോർപ്പറേഷൻ വാർഡായാലും പഞ്ചായത്ത് വാർഡായാലും ഒക്കെ മുന്നണികളൊക്കെ വളരെ സജീവമായി പ്രചാരണ രംഗത്തുണ്ടായിരുന്നു. ആധുനികമായുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചുള്ള പ്രചാരണം വളരെ സജീവമായിരുന്നു. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു കളറായിരുന്നു, അല്ലേ? ശരിയാണ്, ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുമ്പോൾ ഒരു കൗതുകരമായൊരു പോസ്റ്റ് ഞാൻ ഇന്ന് രാവിലെ ഫേസ്ബുക്ക് തുറന്ന് അപ്പോൾ യാദൃശ്യമായി ശ്രദ്ധയിൽപ്പെട്ടാണ്. ഒരു വാർഡിൽ ഒരു മെമ്പർക്ക് അല്ലെങ്കിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് പരമാവധി ചെലവഴിക്കാൻ കഴിയുന്നത് 25,000 രൂപയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ രാവിലെ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധിച്ചാണ്. സത്യത്തിൽ 25,000 രൂപ മാത്രമാണോ ഒരു വാർഡിൽ സ്ഥാനാർത്ഥികൾ ചെലവഴിക്കുന്നത്? അല്ല, ഒരിക്കലുമല്ല. നിയമസഭയിലും ലോക്സഭയിലും തദ്ദേശ സ്ഥാപനങ്ങളിലും ചെലവഴിക്കാൻ കഴിയുന്നതിൽ എത്രയോ ഇരട്ടി. ഇപ്പോൾ കണക്കിൽ അതായിരിക്കും, അല്ലേ? അല്ല, ഇപ്പോൾ TN ശേഷൻ ഇല്ലല്ലോ. ഇപ്പോൾ TN ശേഷനില്ലല്ലോ. അങ്ങനെ ഒരു വലിയ രാഷ്ട്രീയമായൊരു റിമാർക്ക് കൂടി നമ്മൾ നടത്തണം. അങ്ങനെ ഒരു TN ശേഷൻ എന്ന് പറയുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമുക്ക് ഇല്ലല്ലോ. ഇപ്പോൾ പോസ്റ്റർ ഒട്ടിക്കാൻ പാടില്ല.
പൊതു ഇടങ്ങളിൽ പോസ്റ്റ് ഒട്ടിക്കാൻ പാടില്ല, പൊതു മുതലുകൾ അതിനുവേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറയാൻ കഴിയുന്ന ശേഷിയുള്ളൊരു TN ശേഷൻ ഇല്ലല്ലോ, അതും കൂടി പറയാം. തീർച്ചയായിട്ടും. ഏതായാലും ഈ പ്രചാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഗംഭീരമായ പ്രചാരണ രംഗം. ഇനി ആർക്ക് അവസാനം റിസൾട്ടിൽ ആർക്കാണ് ഗുണം ചെയ്യുന്നത് 13-ന് അറിയാം അല്ലേ? ശരിയാണ്. അഭിലാഷിന്റെ ഒരു ദൃശ്യം കൂടി കാണിക്കാമെന്ന്. അഭിലാഷിന്റെ നാട്ടിലെ കഴിഞ്ഞ ദിവസത്തെ പഞ്ചായത്ത് അംഗത്തിന്റെ ദൃശ്യങ്ങൾ കാണുന്നത് എത്ര മനോഹരമാണ്. അഭിലാഷിന്റെ നാട്ടിലെ പൊളിറ്റിക്സ് അഭിലാഷ് പറഞ്ഞത് അത് LK ധനിയും മുരളി മനോഹർ ജോഷിയെയും അന്ന് അറസ്റ്റ് ചെയ്യപ്പെടുന്ന വാർത്ത തൊട്ടടുത്ത വീട്ടിൽ തെങ്ങിന് കിളച്ചുകൊണ്ടിരുന്ന ആൾ പറയുമ്പോൾ അഭിലാഷ് വരും, തൊട്ടടുത്ത ആൾ പറയുമ്പോൾ അഭിലാഷ് ഓടിപ്പോയി പെട്ടെന്ന് അച്ഛനോട് പറയുകയാണ് LK ധോനി മുരളി മനോഹർ ജോഷിയെയും അറസ്റ്റ് ചെയ്തു എന്ന്. ആ രാഷ്ട്രീയ ബോധം നമ്മുടെ നാട്ടിലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞൊരു രസമുള്ള കൊള്ളാവുന്ന സംവിധാനമാണ്. അതിൻ്റെ ഒരു പ്യൂരിറ്റി സത്യത്തിൽ നിയമസഭയ്ക്കും ലോക്സഭയിലെ മത്സരത്തില്ല, അതൊരു രാഷ്ട്രീയ മത്സരമാണ്. തീർച്ചയായിട്ടും ഗ്രൗണ്ടിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ മത്സരം നടക്കുന്നത്. ഞാനിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പര്യടനവുമായി ബന്ധപ്പെട്ട് വിവിധ സ്ഥലങ്ങളിൽ പോയപ്പോൾ ഉപരിതലത്തിൽ നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയോ ഒന്നും ആവേശം കാണാനില്ല. പക്ഷേ പ്രവർത്തകർ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ വീട് കയറി വീടുകളിൽ സമ്പർക്കം നടത്തി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ്. കാരണം അവരവർക്ക് അറിയുന്ന ആളുകളാണ് സ്ഥാനാർത്ഥികൾ എന്ന് മാത്രമല്ല പലതരത്തിലുള്ള വൈകാരികത ഈ അടിത്തട്ടിൽ ഉണ്ട് താനും. ഇന്ന ആളെ ജയിപ്പിക്കണം, തോൽപ്പിക്കണം, പലതരത്തിലുള്ള കുടിപ്പകകളൊക്കെ ഉണ്ടാവും. ഇങ്ങനെ വളരെ ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ 3 പാർട്ടിക്കാരുണ്ട്. ഇദ്ദേഹമാണ് ഇവിടുത്തെ സർസംഘ ചാലക് എന്ന് അഭിലാഷ് പറഞ്ഞു. ഞാൻ സർസംഘ അപ്പോൾ അഭിലാഷ് ഞാൻ തമാശയ്ക്ക് പറഞ്ഞാണ് ഇവിടുത്തെ ഏറ്റവും വലിയ RSSനെ BJPയുടെ നേതാവാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന് തൊട്ടടുത്ത വീട്ടിലാണ് അഭിലാഷിന്റെ രാഷ്ട്രീയം വേറെയാണ്, ആ വീട്ടുകാരുടെ രാഷ്ട്രീയം വേറെയാണ്, ഇപ്പുറത്തുള്ള ആളുടെ രാഷ്ട്രീയം വേറെയാണ്. പക്ഷേ എല്ലാവരും കൂട്ടി യോജിപ്പിച്ച് നിൽക്കാൻ കഴിയുന്ന ഒരു സമഭാവന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ എല്ലായിടത്തും കാണും. ഭൂരിഭാഗം 90% ഉണ്ട്. അല്ല, വോട്ട് ചെയ്യാൻ പോക്ക് നടക്കില്ല. എനിക്ക് വോട്ട് മറ്റന്നാളാണ്. പക്ഷേ വോട്ട് ചെയ്യുക എന്നുള്ളത് ഒരു പൗരന്റെ പ്രാഥമികമായ ഉത്തരവാദിത്വമാണ്, യാതൊരു സംശയമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ മാധ്യമ പ്രവർത്തകരുടെ വോട്ടിംഗ് സംബന്ധിച്ച് ഇപ്പോൾ കൂടുതൽ പോസ്റ്റൽ വോട്ടുകളുണ്ട്. പക്ഷേ അത് കുറച്ചുകൂടിയൊക്കെ എളുപ്പമാവുന്ന വിധത്തിൽ ഏർപ്പാടാക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് വോട്ട് മിസ്സാവും. അതൊരു വലിയ ബുദ്ധിമുട്ടാണ് ശരിക്കും. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞത് അതിനെ തെറ്റിദ്ധരിക്കേണ്ട. എൻ്റെ ഒരു അവകാശം ഞാനത് ഉത്തരവാദിത്തമായി വിനിയോഗിച്ചു വരുമ്പോൾ എനിക്കത് അടുത്തുപോയി 50 കിലോമീറ്റർ ചുറ്റുള്ള ചെയ്യാൻ കഴിയുന്നതുകൊണ്ടാണ്. ഇപ്പോൾ 2009 ലോക്സഭ തെരഞ്ഞെടുപ്പ് ഞാൻ വോട്ട് ചെയ്തില്ല. വോട്ടവകാശം ഉണ്ടെന്ന് വോട്ട് ചെയ്ത്. കാരണം ഞാൻ ഡൽഹിയിലായിരുന്നു. 2008-2009 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലമൊക്കെ ഡൽഹിയിലും ഒക്കെ ജോലി ചെയ്യുന്ന കാലത്ത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് കൂടി ഒരു അവകാശം വേണം. തീർച്ചയായിട്ടും മാധ്യമപ്രവർത്തകരുടെ വോട്ടവകാശം സംബന്ധിച്ച്, കാരണം നമുക്ക് എപ്പോഴും ഇതിൽ പ്രശ്നം വെച്ചാൽ മറ്റ് ഇപ്പോൾ പോലീസിനെ പോലെ അല്ലെങ്കിൽ ഫോഴ്സിനെയൊക്കെ പോലെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുക ഇലക്ഷൻ ഡേക്ക് ആയിരിക്കും. അപ്പോൾ ഇത് ഇലക്ഷൻ ഡേക്ക് നമുക്ക് മാറി നിൽക്കുക, വോട്ട് ചെയ്യാൻ പോവുക, 2 ദിവസം ലീവ് എടുത്ത് പോകുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അതൊരു വലിയ പ്രശ്നമാണല്ലോ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച്. ഇതേ ആവശ്യം എനിക്ക് ഉന്നയിക്കാനുണ്ട്. പോസ്റ്റൽ വോട്ട് സംവിധാനം മാധ്യമപ്രവർത്തകർ കുറച്ചുകൂടി എളുപ്പത്തിലാവണം. നിലവിലുണ്ട്, പക്ഷെ അതിന് സാങ്കേതികമായി വലിയ വലിയ നൂലാമാലകളുണ്ട്. പക്ഷെ അത് കുറച്ചുകൂടി എളുപ്പത്തിലാക്കിയാൽ മെച്ചമെന്ന് തോന്നുന്നു. ശേഷിയുള്ളൊരു TN ശേഷൻ വീണ്ടും വരട്ടെ. ഇപ്പോൾ അവരുടെ ശേഷിക്കുറവിനെ കുറിച്ചല്ല പറയുന്നത്, പക്ഷേ തദ്ദേശ ഇലക്ഷൻ എന്നത് എല്ലാവരും നിന്നുള്ള വലിയ വൈകാരികമായ അടുപ്പത്തിൻ്റെയും നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ത്രിതല സംവിധാനം എന്ന ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയുടെയും നെടുന്തൂണിൻ്റെയും ഒക്കെ വലിയ ശബ്ദമാണ്. ആ കൂട്ടായ്മയാണ്. അത് രാഷ്ട്രീയ ഭേദമില്ലാതെ നമ്മൾ ജനാധിപത്യം എന്ന് ഉറക്കപ്പിടിക്കാൻ ഗ്രൗണ്ടിൽ ഗ്രാസ് റൂട്ടിൽ എല്ലാവരും, അമ്മമാരും ചേച്ചിമാരും നമ്മളും എല്ലാവരും പുരുഷ സ്ത്രീ ഭേദമില്ലാത്തൊരു രാഷ്ട്രീയ സംവിധാനമാണ്. അതിൻ്റെ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. 49% കടന്നിപ്പോൾ വോട്ടെടുപ്പ് 7 ജില്ലകളിൽ പുരോഗമിക്കുകയാണ്.